ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നമ്മുടെ പെൻസിൽ ക്യാറ്റക്സിൻ്റെ പ്ലാന്റിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ആർക്കും ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് പെൻസിൽ ക്യാറ്റക്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബിഗിനേഴ്സിന് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. പ്രത്യേകിച്ച് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല, ഫെർട്ടിലൈസറിൻ്റെ ഒന്നും ആവശ്യമില്ല. എളുപ്പത്തിൽ നമുക്ക് നട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വീക്കിലി 1-2 തവണ നമുക്ക് നനച്ചു കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തന്നെ പ്രത്യേകിച്ച് കെയറൊന്നും ചെയ്യേണ്ട. നമുക്ക് ആഴ്ചയിൽ 1-2 തവണയൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ സ്റ്റെമ്മിനാണ് കുറച്ചും കൂടി അട്രാക്ഷൻ. ഇതിൻ്റെ ലീഫ് കണ്ടോ, കുഞ്ഞി ഇലകളാണ് വരുന്നത്. ഇത് കാണാൻ മാത്രമൊന്നുമില്ല, ഇതിൻ്റെ സ്റ്റെമ്മാണ് പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവുന്നത്. ഇത് അത്യാവശ്യം ഹൈറ്റ് വെച്ചിട്ട് പോകുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ചെറിയ ചെറിയ സ്റ്റെംസ് കട്ട് ചെയ്തിട്ട് നട്ടു കൊടുത്താൽ മതി. നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിത് ഇതിൻ്റെ ചെറിയ സ്റ്റെംസ് എടുത്തിട്ടുണ്ട്, ചെറിയ കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനും കൂടി കാണിച്ചു തരുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ അതായത് ഇതിൻ്റെ ഒരു കട്ടിങ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനൊരു വൈറ്റ് ലിക്വിഡ് ഉണ്ട് കട്ട് ചെയ്യുന്ന ഭാഗത്ത്. അത് നമ്മുടെ ദേഹത്തോ കണ്ണിലോ ഒന്നും ആകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇത് വളർത്തുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അവരുടെ കൈയൊന്നും എത്താത്ത രീതിയിൽ ഉള്ള എവിടെയെങ്കിലും നമ്മൾ നട്ടു കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിന് ഫെർട്ടിലൈസർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വല്ലപ്പോഴും നമുക്ക് എന്തെങ്കിലും ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. ഈ പ്ലാന്റിൻ്റെ അട്രാക്ഷൻ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റെമ്മാണ്. ഈ പ്ലാന്റിന് പിന്നെ പ്രത്യേകിച്ച് കെയറിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നല്ല രീതിയിൽ വളർന്ന് ഹൈറ്റ് വെച്ച് വരുന്നതാണ്. നന്നായിട്ട് ഹൈറ്റ് വെക്കുന്ന ഒരു ചെടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് എവിടെയെങ്കിലും മുറ്റത്തിൻ്റെ സൈഡിലോ അങ്ങനെ എവിടെയെങ്കിലും വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മണലുമാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയ കട്ടിങ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിനകത്തേക്ക് നട്ടു കൊടുക്കാൻ പോവുകയാണ്. അപ്പം നല്ല രീതിയിൽ വെള്ളം മാർന്നു പോകുന്ന ഒരു പോട്ട് മിക്സ് ആണ് എടുക്കേണ്ടത്. അതിനകത്തേക്ക് ഞാൻ ചെറിയ കട്ടിങ്സ് നട്ടു കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് വെയിലത്തോട്ട് എടുത്ത് വെക്കാൻ പറ്റുന്നതാണ്. ഞാനിതാ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നട്ട് കൊടുത്തതിന് ശേഷം പ്ലാന്റ് നമ്മളൊരു വെയിലൊന്നും കൊള്ളാത്തൊരു ഏരിയയിൽ വെച്ച് കൊടുക്കുക. പ്ലാന്റ് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് സൺലൈറ്റുള്ള ഭാഗത്തേക്ക് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻസിൽ പ്ലാന്റ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.